എലിജിബിലിറ്റി ഉള്ളവർക്കാണ് നമ്മൾ സംഘടനാ പാഠവും അല്ലെങ്കിൽ അവർക്ക് അത് നടത്താം എന്ന് നമുക്ക് തോന്നുന്നവർക്കാണ് വോട്ട് കൊടുക്കണം. അങ്ങനെയുള്ളവർക്ക് വോട്ട് കൊടുക്കുന്ന അവർ വിജയിക്കണം. അതിന് മേലോട്ടുള്ള ഒരാൾ ഇലക്ഷന് നിന്നാൽ അവർ ജയിക്കും. അതിന് മേലോട്ടുള്ള ആളുകൾ നിന്നില്ല എന്നുള്ളതാണ് ഈ ഇലക്ഷന്റെ സമയം. ഇത്രയും. അപ്പൊ ഇവിടെ നിന്നിരിക്കുന്നവരെല്ലാം എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർക്ക് യോഗ്യതയുണ്ട് എന്നുള്ളത് ഈ 316 പേരും തീരുമാനിക്കുന്നു. അവർക്ക് വോട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിനെ ബഹുമാനിക്കുന്നു, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. അല്ലാതെ ഇതിലൊരു ഫൈറ്റോ അങ്ങനൊന്നുമില്ല. പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സ് യോഗ്യത ഉള്ളവർ ആരാണെന്ന് തീരുമാനിക്കുന്നു. അവർക്ക് വോട്ട് കൊടുക്കും. അവര് വിജയിച്ചു, അവർ നടത്തട്ടെ, അത്രയുള്ളൂ. അതിനെ കുറിച്ചൊന്നും കമന്റ് ചെയ്യാൻ ഞാനില്ല. നത്തിങ്. വേറെ എന്തെങ്കിലും? യെസ്, വിജയിക്കണം. ബിക്കോസ് അയാൾ യോഗ്യതയുള്ള ആളാണ്. ഈസ് എ എലിജിബിൾ പേഴ്സൺ. 4 or 5 അസോസിയേഷൻ ഒരുമിച്ച് നടത്താൻ കഴിവുള്ള ആളാണ് ലിസൺ സ്റ്റീഫൻ. വിജയിക്കണം. ഈസ് എ എലിജിബിൾ മാൻ. അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ടേഴ്സിലുണ്ട്, അദ്ദേഹം പ്രൊഡ്യൂസേഴ്സിലുണ്ട്, അമ്മയിൽ അങ്ങനാവട്ടെ. എലിജിബിലിറ്റി, അതായത് കഴിവ് എന്ന് പറയുന്നത് ഓർഗനൈസിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് നമുക്ക് കിട്ടുന്ന, നമുക്ക് അങ്ങനെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉള്ള ആളാണ് അദ്ദേഹം നടത്തട്ടെന്ന്. ബിക്കോസ് അദ്ദേഹം അതിലെല്ലാം ഉള്ളതാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. കാരണം അങ്ങനെ എല്ലാ സംഘടനയിലുമുള്ള ഒരാൾ വരുമ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രോസ് ആൻഡ് കോൺസ് ഇത് അദ്ദേഹത്തിന് അറിയാം. അതായത് ഏത് സംഘടനയ്ക്ക് അല്ലെങ്കിൽ എന്തിന് എങ്ങനെ പെരുമാറണം എന്നറിയാൻ പറ്റുന്ന ഒരാൾ വരുന്നത് നല്ലതല്ലേ? കാരണം അദ്ദേഹത്തിന് അവർ പറയുന്ന പോയിന്റ് പറയാം, ഈ പറയുന്ന പോയിന്റ് പറയാം. അപ്പൊ അദ്ദേഹത്തിന് പോലെ ഒരാൾ ജനറൽ സെക്രട്ടറിയായിട്ട് വരുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. ലിസ്റ്റൻ തന്നെ അത് സംസാരിച്ച് അവിടെയും ഇവിടെയും എല്ലാം തീർത്തോളും. പിന്നെ ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ട ആൾക്ക് ഒരു ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതായത് ഒരു ഇഷ്യൂ വരുമ്പോ അത് തീർത്തു തരുന്ന ആളാണ് സംഘടന. അല്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന ആളല്ല.